നല്ലൊരു സ്വാഗതം. ഓരോ പുലരിയും വ്യത്യസ്തമാണ്, വ്യത്യസ്തമാക്കുന്നത് നമ്മളാണ്. ഇന്ന് നല്ല രീതിയിൽ പറഞ്ഞ സ്വാഗതം പറഞ്ഞ മകേഷ് സാറിന് നല്ലൊരു കയ്യടി. അതുപോലെ എൻ്റെ പേര് സുന്ദരൻ ചാവക്കാട്, ടെക്നിക്കൽ ലെക്ചറാണ്. ഈ നന്മ എൻ്റെ കയ്യിലേക്ക് എത്തിച്ചു തന്നത് നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ, തൃപ്രയാറിൻ്റെ പവർഫുൾ ലീഡർ, സ്റ്റാർ പിള്ള ട്യൂഷൻ ബാബു സാറാണ്. സന്തോഷം അറിയിക്കുകയാണ്. ആർസിമില് 2018 വരുമ്പോൾ ഇങ്ങനെയൊക്കെ എത്ര വലിയൊരു അച്ചീവ്മെന്റിലൊക്കെ എത്തുന്നു വിചാരിച്ചിട്ട് വന്നതല്ല. ബാബു സാറ് നല്ലൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നു, അത് ഉപയോഗിച്ചു, അത് വീട്ടിൽ ഗുണം കിട്ടി. അങ്ങനെ ബാബു സാർ ഒരു ക്ലാസ്സിന് കൊണ്ടുപോയതാണ്. അന്നൊരു തീരുമാനം എടുത്തതാണ്. ഇന്ന് എനിക്കും ഒരു ടെക്നിക്കൽ അച്ചീവർ ആവാൻ സാധിച്ചു. ഞാൻ ചെയ്തൊരു കാര്യം, പ്രോഗ്രാമുകൾക്ക് പ്രശസ്തി കൊടുത്തു. ലീഡേഴ്സ് പറഞ്ഞൊരു കാര്യം, പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക, അതിൽ നിന്ന് കിട്ടും നമുക്ക് ആർസിമിൽ വിജയിക്കാനുള്ള വഴികൾ, വിജയമന്ത്രങ്ങളൊക്കെ. അങ്ങനെ അത് അറ്റൻഡ് ചെയ്തു. അപ്പോഴാണ് പറഞ്ഞത്, ആർസിമിൽ നമ്മൾ വിജയിച്ച് കയറി വരുമ്പോൾ ഒരു മെൻറ്ററുടെ ആവശ്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്തി. അങ്ങനെ സജീവ് സാറിനെ, നമ്മുടെ സ്റ്റാർ എമറാൾഡ് സജീവ് സാറിനെ അന്ന് മുതൽ ഒരു മെൻറ്ററാക്കി സ്വീകരിച്ചു. സാറ് പറയുന്ന ആ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് ഇന്ന് ഒരു സാധാരണക്കാരനായ, അല്ലെങ്കിൽ എന്താ പറയുക, ഒന്നുമല്ലാതിരുന്ന ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചത് കൊണ്ടാണ്. അപ്പം നമ്മൾ വിജയിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്കൊരു മെൻറ്ററെ നമ്മൾ നിശ്ചയിക്കുക, ആ മെൻറ്റർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ ഒരുപാട് അച്ചീവ്മെൻറ്റുകളൊക്കെ പിറന്നിട്ടുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ. അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു മാസം കൊണ്ട് ഒതുങ്ങുന്നതല്ല. നമ്മുടെ ലക്ഷ്യം ഡയമണ്ടാണ്. ആ ഡയമണ്ട് ആകുന്നത് വരെ നമ്മൾ ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രയത്നിക്കണം. നമുക്കറിയാം, എല്ലാവരും വളരെ സന്തോഷത്തിലാണ്, ത്രില്ലിലാണ്. കാരണം ഈ കഴിഞ്ഞ 16-ാം തീയതി നമ്മുടെ രാജസ്ഥാനിൽ നിന്ന് 25 വർഷമായ ആ ഒരു പദയാത്ര ഇന്ന് ഓരോ സംസ്ഥാനങ്ങളും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സംസ്ഥാനങ്ങളും കടന്നു പോരുമ്പോൾ അവിടെയൊക്കെ ഭയങ്കര അലയടികൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആർസിം എന്നറിയാത്ത ആളുകൾ പോലും ഇന്ന് ആർസിമിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും വളരെ ത്രില്ലിലാണ്. ഈ വരുന്ന 1-ാം തീയതി ഇന്ന് നമ്മുടെ തൃശ്ശൂരിനെ പുളകം അണിയിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് എത്താൻ പോവുകയാണ്. അതിനു വേണ്ടി നമ്മൾ എത്ര പേര് അതിലേക്ക് പങ്കെടുക്കുന്നുണ്ട്, എത്ര പേരെ നമ്മൾ ഇനിയും പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയായി വേണ്ടേ? ഇപ്പോൾ തൃശ്ശൂർ പൂരം ഒരു പൂരം കഴിഞ്ഞാൽ അടുത്ത ഒരു പൂരം വരുമ്പോഴേക്കും അപ്പം തന്നെ അതിനുള്ള കാര്യങ്ങൾ പ്ലാനിങ് ആയിരുന്നു എന്ന് പറഞ്ഞ പോലെ ഇന്ന് രൂപാന്തര യാത്ര ഇന്ന് തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ അതൊരു തരംഗമായിട്ട് മാറും. ഈ തരംഗമാക്കുന്നത് ആരാ? നമ്മുടെ വീട്ടിലൊരു ആവശ്യം വരുമ്പോൾ അതിന് ഭംഗിയാക്കേണ്ടത് ഞാനും അത് അവരവരെ വീട്ടിലുള്ള ആളുകളാണ് എന്ന് പറഞ്ഞ പോലെ അത് നമ്മുടെ വീട്ടിലെ ഒരു ആവശ്യമാണ് രൂപാന്തര യാത്ര. അതിന് കമ്പനി അതിന് വേണ്ടിയുള്ള പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ രൂപാന്തര യാത്ര നമുക്ക് ഇവിടെ 9 മണിക്കാണ് അവിടെ സ്റ്റാർട്ടാവുന്നത്. അപ്പം അതിനു വേണ്ടി എല്ലാവരും ഡ്രസ് കോഡ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലേഡീസിന് കുത്താമ്പുള്ളി സാരി, അതുപോലെ ജെൻസിന് നമ്മുടെ ഒരു രൂപാന്തര ഷർട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാനത് മേടിച്ചിട്ടുണ്ട്. അപ്പം ഇനിയെങ്കിലും അത് മേടിക്കാത്ത ആളുകൾ അത് മേടിച്ച് ആ രൂപാന്തര യാത്രയിൽ ആ റാലിയിൽ പങ്കെടുക്കണം. ഇനിയിപ്പോൾ ആരോടും നമ്മൾ അടിച്ചേൽപ്പിക്കല്ല വേണ്ടത്. ഇത് അവനവൻ ചിന്തിക്കുക. നമ്മളൊരു സിസ്റ്റം പറയുമ്പോൾ അതിലെല്ലാവരും ആ ഡ്രസ് കോഡിലൂടെ വരണം എന്നാണ് പറയുന്നത്. അതിനൊരു ക്ലാരിറ്റിയും ഒരു കോർഡിനേഷൻ ഒരു പ്രത്യേകത തന്നെയാണ്. പല സ്ഥലങ്ങളിലും സംസ്ഥാനങ്ങളിലും നടന്നു വരുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു നമ്മുടെ അവിടെ എന്നാ വരിക എന്നുള്ളൊരു നമുക്കും അതുപോലെ ആവണം.
ഇതൊരു ആകാംക്ഷയാണ് അല്ലെ, അതുപോലെ ഒരു ത്രില്ല് എല്ലാവരും. അപ്പൊ മേടിക്കാത്ത ആളുകൾ ഇനിയെങ്കിലും ആ അളവ് പറഞ്ഞു കൊടുത്ത് അടുത്തുള്ള ഷോപ്പുകളിൽ PUC ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് ഇനി നമുക്ക് ഇന്നും നാളെയൊക്കെ ആയിട്ട് അത് മേടിക്കണം, അതിനും കൂടി നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അതാണ് പറയാനുള്ള കാര്യം. അപ്പോ അവിടെ 9 മണിക്ക് ഈ ഒരു പദയാത്ര അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മൾ സ്വീകരിച്ച് അവിടെ തൃശ്ശൂർ റൗണ്ട് ചെയ്ത് ഒരു 12 മണിയോട് കൂടി അവിടെ കഴിയുന്നതാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂർ തന്നെ നമ്മുടെ പാട്രാക്കില് അടിപൊളി ഒരു ഷോപ്പ് ഉദ്ഘാടനം ഉണ്ട്, വണ്ടർ വേൾഡ് എന്ന് പറഞ്ഞാല് അവർക്ക് ആദ്യം ഒരു റൂം എടുത്തിട്ടാണ് ആ ഷോപ്പ് തുടങ്ങിയിരുന്നത്. അതിന്ന് സ്വന്തം സ്ഥലം എടുത്തിട്ട് വലിയൊരു സംരംഭം, ഒരു പ്രൈം നമുക്കിന്ന് 1-ാം തീയതി തന്നെ ഉച്ചയ്ക്ക് ശേഷം ഉദ്ഘാടനം ഉണ്ട്. അതിലും കൂടി നമുക്ക് പങ്കെടുക്കാം, അതും കൂടി ശ്രദ്ധ കൊടുക്കാം നമ്മൾ. ഇനി രൂപാന്തര യാത്ര ഇവിടെ വന്നു, അത് ഭംഗിയാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാ. നമ്മുടെ വീട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് പരമാവധി നമ്മുടെ സ്ട്രെങ്ത് കാണിച്ചു കൊടുത്ത്, പറയാറില്ലേ ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി ആണെങ്കിലും കാണാൻ കൊള്ളാവുന്നത് ബോംബെ ആണെന്ന് പറഞ്ഞ പോലെ ഇന്ന് പല സ്ഥലങ്ങളിലും രൂപാന്തര യാത്ര നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ തൃശ്ശൂര് വരുമ്പോ നമുക്കതിനെ നമ്പർ 1 ആക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ പദയാത്രയിൽ പങ്കെടുക്കണം. നമ്മൾ മാത്രം പങ്കെടുത്താൽ പോരാ, ഇങ്ങനൊരു സംരംഭം നടക്കുന്നുള്ള കാര്യം നമ്മുടെ വേണ്ടപ്പെട്ട ആളിലേക്ക് ഇത് എത്തിച്ച് അവരെയും കൂടി പങ്കെടുപ്പിച്ച് അവർക്ക് അതിന് വിഷൻ കാണിച്ചു കൊടുത്താൽ അവർ ചിന്തിക്കും ഇത് വലിയൊരു സംരംഭമാണല്ലോ, ഇതിൽ ഞാനും കൂടി പങ്കുചേരാം എന്ന് അവരും തീരുമാനം. ഈ ഒരു പ്രവണത നമ്മളെല്ലാവരും കൊണ്ടുവരണം. ഈ ലഹർ കൊടുക്കണം നമ്മളാ, ഈ ലഹർ കൊടുക്കേണ്ടത് നമ്മളാണ്. അതിനു വേണ്ടി എല്ലാവരും ഇന്നും നാളെയും ഉള്ളൊരു പ്രവർത്തനങ്ങൾ അതിനു വേണ്ടി ചെയ്യണം. അപ്പോ തൃശ്ശൂര് അത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് 2-ാം തീയതി നമ്മുടെ സിയാൽ കൺവെൻഷൻ സെന്ററിലാണ്, അങ്കമാലി എയർപോർട്ടിന്റെ അവിടെ 5000 പേര് പങ്കെടുക്കുന്ന വലിയൊരു പ്രോഗ്രാമാണ്. അപ്പൊ അവിടെ 10000 പേര് പങ്കെടുക്കുന്നതാണ് മൂർത്തി സാർ പറഞ്ഞത്, അത് യാതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പോ അവിടേക്കും നമ്മൾ ഈ ആളുകളെ പങ്കെടുപ്പിക്കണം. ഈ 2 ദിവസം നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇതിന് നമ്മൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഭംഗിയാക്കി നമുക്ക് രൂപാന്തര യാത്രയെ അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞു വിടാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടി എല്ലാവരും അതിന് സമയം താല്പര്യം കൊടുത്ത് ഇത് വിജയിപ്പിക്കേണ്ടത് നമ്മളാണ്. അപ്പോ സിയാൽ കൺവെൻഷൻ സെന്ററിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ്, അവിടെ ബ്ലഡ് ഡൊണേഷൻ ഉണ്ട്, അതുപോലെ അവിടെ സ്റ്റാളുകളുണ്ട്, ടൂൾസിന്റെ സ്റ്റാൾ ഉണ്ടാവും, പ്രൊഡക്റ്റിന്റെ സ്റ്റാൾ ഉണ്ടാവും, അതുപോലെ ഗുഡ് ഡോട്ടിന്റെ സ്റ്റാൾ ഉണ്ടാവും. ഇവിടൊക്കെ അവിടെ എൻട്രി ഫ്രീ ആണ്. ഇത് കമ്പനി ഒരുക്കുന്ന ഒരു കാര്യമാണ്, എൻട്രി ഫ്രീ ആണ്. നമുക്കിതൊക്കെ മേടിക്കാനും ഫുഡ് കഴിക്കാനുള്ള പൈസയും നമ്മൾ കൈപിടിച്ച് പോരുക. അപ്പോ ഈ 2 ദിവസത്തേക്കുള്ള ഡ്രസ് കോഡ് നമ്മൾ പ്ലാൻ ചെയ്യണം. അത് പ്ലാൻ ചെയ്ത് അത് മനോഹരമാക്കണം. പിന്നെ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കുന്ന ആളുകൾ അത് മുന്നേ കൂട്ടി ആർക്ക് കൊടുക്കണം, അതിനൊരു ഗ്രൂപ്പ് ഉണ്ട്. അത് 18 വയസ്സിന് മുകളിലും 60 വയസ്സായ ആളുകൾക്കാണ് അവസരമുള്ളോ, അതും കൂടി ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും നമ്മൾ ആരോഗ്യ പ്രശ്നമുള്ള ആളുകൾക്കാണെങ്കിൽ എടുക്കാൻ അത് സമ്മതിക്കില്ല, അതും കൂടി ശ്രദ്ധിക്കുക. ആരോഗ്യ പ്രശ്നമുള്ള ആൾക്ക് അത് എടുക്കാൻ അനുവദിക്കില്ല. അതുപോലെ നമ്മളെ അവിടെ വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ നമ്മൾ ബ്ലഡ് എടുക്കുന്ന ആളുകള് മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ ഉറക്കം ഉണ്ടായിരിക്കണം. എന്തെങ്കിലുമൊക്കെ നോർമലായിട്ടുള്ള ഫുഡുകൾ കഴിച്ചിട്ട് വരിക. ആ കഴിച്ചതിന് ശേഷം നമ്മൾ ബ്ലഡ് എടുത്തതിന് ശേഷം എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് പോരണം. അത് കഴിഞ്ഞാലും നമ്മൾ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മളെ അവിടെ എടുക്കാൻ വരുന്ന ആളുകള് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ പേര് മുന്നേ കൂട്ടി കൊടുത്തെങ്കിലാണ് അതവിടെ അനുവദിക്കുള്ളൂ. അപ്പോ ഒരു 4 കൗണ്ടർ IMAയുടെ ഉണ്ടായിരിക്കും, ബ്ലഡ് കൗണ്ടർ ഉണ്ടായിരിക്കും. അവിടെയൊക്കെ നമ്മൾ മുന്നേ കൂട്ടി ഇത് കൊടുത്ത് നമ്മളൊരു ശ്രദ്ധ കൊടുക്കണം. കാരണം ബ്ലഡ് ഒരു 3 മാസം കൂടുമ്പോ കൊടുത്താൽ നല്ലതാ. 3 മാസം കൂടുമ്പോൾ കൊടുത്താൽ നല്ലതാ. കാരണം പുതിയ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ സർക്കുലേഷൻ ചെയ്യും, അത് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യും. അപ്പോ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്.
അപ്പോൾ ഇനിയും ആരെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവിടെ നമ്മളിപ്പോൾ ഇത് അവിടെ നമ്മൾ കൊടുത്തിട്ട് വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവും, നമ്മൾ കൊടുക്കണോ വേണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക. അതായത് ഒരു യൂണിറ്റ് ബ്ലഡ് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ 4 പേർക്കാണ് ആ ഒരു ബ്ലഡ് ഗുണം ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ ഒരു യൂണിറ്റ് നമ്മുടെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ 4 പേരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ആ ബ്ലഡ് ഉപകാരപ്പെടുന്നു. അപ്പോ RCM അതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ ഇതിനും കൂടി നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അപ്പൊ അതൊക്കെ കമ്പനി ഇതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ പങ്കാളികളാകേണ്ടത് നമ്മൾ ഓരോരുത്തരാ. അതുപോലെ തന്നെ ഈ രൂപാന്തര യാത്ര അതിനെ കുറിച്ചുള്ള പോസ്റ്ററുകൾ നമ്മൾ പല സ്ഥലത്തും അടിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മേടിച്ച്, അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ മാർഗമില്ലെങ്കിൽ നമ്മൾ ഉടനെ ഇത് അടിക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മളൊരു ഫ്ലക്സ് അടിച്ച് അത് നമ്മുടെ വേണ്ടപ്പെട്ട നമ്മുടെ വീടിന്റെ പരിസരത്തോ നമ്മുടെ സ്ഥലങ്ങളോ എവിടേക്കാണോ നമുക്കത് പ്രദർശിപ്പിക്കാൻ പറ്റുന്നത് അതൊക്കെ വെച്ച് നമ്മൾ അതിൻ്റെ ഒപ്പം നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അത് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക. അപ്പൊ ഇനി ചെയ്യാത്ത ആളുകൾക്കും അതൊരു പ്രചോദനമാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ഇന്നലെ ഞങ്ങൾ ഫോർട്ടൂൺ വണ്ടർ വേൾഡിൽ കണ്ടക്ഷങ്ങളുടെ ഷോപ്പിൽ വെച്ചൊരു ബാനർ എടുത്ത് ഫോട്ടോ ഞങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. അതുപോലെ ഞാൻ അന്ന് ചേറ്റുവ ഒരു പലചരക്ക് കടയിൽ പറഞ്ഞപ്പോൾ അതുകൂടെ കെട്ടാം, അതുകൂടെ അസോസിയേറ്റ് ബയറാണ്, അതും കെട്ടി അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് ഞങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. ഈ സന്ദേശം എത്തിക്കലാണ് കാര്യം. ഇത് ആ കടയുടെ മുമ്പിൽ കെട്ടിയപ്പോ, പലചരക്ക് കടയുടെ മുമ്പിൽ കെട്ടിയപ്പോ ഇവിടെ RCM ഉണ്ടാ, ഇവിടെ RCM ഉണ്ട്, അപ്പൊ ഓയിൽ വേണട്ടെ, എനിക്ക് ഓയില് തവണ എനിക്ക് വേണമെന്ന്. അപ്പൊ ഇതൊക്കെയാണ് ഈ സന്ദേശം കാണുന്നതേ വിൽക്കപ്പെടുന്നുള്ളൂ എന്ന് ലീഡേഴ്സ് പറയാറുണ്ട് ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കലാണ് നമ്മുടെ പണി. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ സന്ദേശം എത്തിക്കലാണ് നമ്മുടെ പണി. അതിനു വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക. അതുപോലെ അവിടെ കൗണ്ടറുകളൊക്കെ ഉണ്ടായിരിക്കും, അതിന് ഇനോഗ്രേഷനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോ സിയാലിലേക്ക് പരമാവധി ആളുകൾ എന്തായാലും അവിടെ പങ്കെടുക്കും. ഒരു 10,000 പേര് പങ്കെടുക്കും. അതില് നമ്മുടെ ആളുകൾ എത്ര പേര് പങ്കെടുക്കും അതാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. കജു സാറ് പറയാറില്ലേ, ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് മുന്നും കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞ പോലെ രൂപാന്തരം വരുന്നതിന് മുന്നും വന്നതിന് ശേഷം എന്ത് സംഭവിക്കുന്നുള്ളത് അത് നമ്മൾ ഓരോരുത്തരും പ്ലാൻ ചെയ്യണം. ബിസിനസ് ഒക്കെ നടക്കും. നമ്മുടെ ബിസിനസ് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ആക്ഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ. അപ്പോൾ ബ്ലഡ് ഡൊണേഷന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണം. ആരും കൊടുക്കാത്തുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. അത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രഷറോ ഷുഗറോ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എടുക്കാൻ അനുവദിക്കുന്നതല്ല. ഇതൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇത് എടുക്കാനായിട്ട് നമ്മൾ അത് തയ്യാറാവണം. കാരണം നമ്മളുടെ ബ്ലഡ് കൊണ്ട് ഒരു ജീവനെങ്കിലും അത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ശ്രദ്ധ കൊടുക്കണം എന്നാണ് ഇന്നലെ മീറ്റിങ്ങിൽ ലീഡേഴ്സ് പറഞ്ഞത്. അപ്പൊ അതും കൂടി നമ്മൾ ശ്രദ്ധ കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ രൂപാന്തരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ന് RCMൽ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരും ഇനി ഉണരാത്ത ആളുകളും ഉണരാൻ പോവാ, വലിയൊരു ഭൂമി ഉണ്ടാകാൻ പോവാ. ആ സമയത്ത് നമ്മൾ കൈ കെട്ടി നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. അത്രയും വലിയൊരു കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ ഗംഭീരമായ സ്വീകരണവും അവിടെയുള്ള അറിയാത്ത ആളുകൾ പോലും ഇന്ന് RCMനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അതൊക്കെ വലിയൊരു ബിസിനസ് ആയിട്ട് വരും. അതിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും 1 2 ദിവസങ്ങളിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇത് നമ്മുടെ പ്രോഗ്രാമാണ്, നമ്മളാണ് വിജയിപ്പിക്കേണ്ടത്, അതിനു വേണ്ടി നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അതാണ് ഇന്നലെ പറഞ്ഞൊരു കാര്യം. അതിനു വേണ്ടിയുള്ള ആരെങ്കിലും അതിന് ശ്രദ്ധ കൊടുക്കാത്തുണ്ടെങ്കിൽ, അത് ലഹർ കൊടുക്കാത്തതുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ടീമിലേക്ക് അത് പറഞ്ഞു കൊടുത്ത് അവരെ ഈ കാര്യത്തിൽ തീരുമാനം എടുപ്പിച്ച് ഒരു ബാനറൊക്കെ അടിച്ച് ഇന്ന് പല ലീഡേഴ്സും അത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഇത് പറയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ചെയ്യാത്ത ആളുകൾ അതും കൂടി ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനം എടുക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ഒരു മാസം ആഘോഷങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്. ഈ ഒരു മാസം അച്ചീവ്മെന്റ് മാസമാണ്. നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്തു? ഇന്ന് നമുക്കറിയാം, ഇന്നലെ ഒരു ഇന്നലെ തലൂരിൽ നിന്ന് രാജേഷ് സാറ് പിറന്നു. വർഷങ്ങൾക്ക് മുന്നേ സാറ്
അസോസിയേറ്റ് ചെയ്തതാണ്. പല കാരണങ്ങളായിട്ട് ആള് പിന്നീട് അവിടെ ഇട്ടു. പക്ഷെ ഇന്ന് ആൾക്ക് ആർസിഎമ്മിന്റെ ഒരു വിഷൻ കിട്ടി. അങ്ങനെ എന്നെ ബന്ധപ്പെട്ടു. അങ്ങനെ ആള് ഞാൻ കുറച്ച് പ്രോഗ്രാമുകളിൽ നമ്മുടെ സൂം ആയിക്കോട്ടെ, ഗൂഗിൾ മീറ്റ് ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ ഒരു പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്യിപ്പിച്ച് ആൾക്കൊന്നും കൂടി അതിന്റെ വിഷം കിട്ടി. അങ്ങനെയാണ് പുത്തൂരില് നമ്മുടെ ഗിരീഷ് സാറിന്റെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ഞാൻ സാറിനെ പറഞ്ഞയച്ചത്. അങ്ങനെ ആ അറ്റൻഡ് ചെയ്തതിന് ശേഷം ആള് തീരുമാനം എടുത്തു, അജീഷ് സാറ് ഇന്നലെ സാറ് വളരെ സ്പീഡോട് കൂടി എനിക്ക് വിജയിക്കണം, എൻ്റെ കുടുംബത്തിന് താങ്ങും തണലാകണം എന്ന് ആർസിഎം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലെ അദ്ദേഹം സ്റ്റാറായി. അദ്ദേഹത്തിന് എല്ലാവരും കൂടി ഒരു കയ്യടി നമുക്ക് കൊടുക്കാം. കാരണം ഈ തീരുമാനമാണ്, ആർസിഎമ്മില് തീരുമാനം എടുക്കലാണ് ഏറ്റവും വലിയൊരു വിജയം. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കരുത്. ആ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ പറയാറില്ലേ, നമ്മുടെ മുകേഷ് കുമാർ ആരോ നമ്മുടെ ലീഡർ വന്നൊരു കീടം തലയിൽ പിടിക്കുന്നു പറഞ്ഞില്ലേ ഇതുവരെ സാറേ, അഭിഷേക് ചാപ്ര അല്ലേ, അഭിഷേക് ചാപ്രാജി പറഞ്ഞ പോലെ ആ ഒരു കീടം നമ്മൾ തലയിൽ പിടിക്കും. ആ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർസിഎമ്മിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ലക്ഷ്യം ആ ഡയമണ്ടിലേക്ക് ആയിരിക്കണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നമ്മൾ അറിവ് കൂടുതൽ അറിവ് നേടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ സാധിക്കില്ല. കാരണം മുന്നില് നമ്മുടെ മുമ്പിൽ വിജയ വഴികൾ തുറന്നിട്ടിരിക്കുക, അതിലേക്ക് എത്താതെ വഴി തെളിയും. അപ്പോ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, പ്രശ്നങ്ങൾ വരാം. നമ്മൾ നിലനിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അങ്ങനെ നിന്നത് കൊണ്ടാണ് ഇന്ന് ഒരു സ്റ്റാർ പേള ആവാനായിട്ട് എനിക്ക് സാധിച്ചത്. അത് ഞാൻ എടുത്ത തീരുമാനം, ആ തീരുമാനത്തിന്റെ കൂടെ ആ ഒരു മെന്ററെ കൂടി സപ്പോർട്ട് വന്നപ്പോ പിന്നെ ഒരു നെഗറ്റിവിറ്റി എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇന്ന് പല ആൾക്കാരും വിജയിക്കാത്തതിന്റെ ഒരു കാരണം ആ നെഗറ്റിവിറ്റിയിലാണ്. ഈ നെഗറ്റിവിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? ആ സമയം നമ്മൾ പോസിറ്റിവിറ്റി കാണ്. ആ പോസിറ്റിവിറ്റിയിലൂടെയാണ് വിജയിക്കാൻ ഉള്ളൂ എല്ലാവർക്കും. ഏതൊരു സംരംഭത്തിലായാലും എന്തൊരു കാര്യത്തിലായാലും 80% നെഗറ്റിവിറ്റി ഉണ്ടായിരിക്കും, 20% പോസിറ്റീവ് ഉള്ളൂ. ആ 20% പോസിറ്റീവിൽ ആരൊക്കെയാണോ നിൽക്കുന്നത് അവർക്കത് വിജയം കാണാൻ സാധിക്കും. അങ്ങനെ കണ്ടത് കൊണ്ടാണ്. അപ്പോ തുടക്ക സമയങ്ങളിൽ എനിക്ക് നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ എന്നെ തിരുത്താനും എന്നെ മുന്നിലേക്ക് നയിക്കാനും ഈ പറഞ്ഞ നമ്മുടെ സ്റ്റാർ അവാർഡായി നിൽക്കുന്ന സജീവ് സാറ് ഉണ്ടായിരുന്നു, മുന്നിലുള്ള ലീഡേഴ്സും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആവാൻ പറ്റി. ഇനി ഞാൻ മാത്രമാണ് വിജയിച്ചത്, എൻ്റെ കൂടെയുള്ളവരും ആ ലീഡേഴ്സിന്റെ കൂടെ ചേർത്ത് നിർത്തിയപ്പോ അവരും വിജയിച്ചു. ഇതൊരു ടീം വർക്കാണ്. അതിനും കൂടി നമ്മൾ ശ്രദ്ധ കൊടുക്കണം. നമ്മൾ ഈ ബിസിനസ്സിൽ നമ്മളിന്ന് ശ്രദ്ധ കൊടുക്കുന്നത് എവിടെ അറിയോ? നെഗറ്റിവിറ്റിക്ക് ഭയങ്കര ശ്രദ്ധയാണ്. ഈ നെഗറ്റിവിറ്റിയിൽ ശ്രദ്ധ കൊടുത്ത് നമ്മൾ എവിടെ എത്തും? നമ്മളും പരാജയപ്പെടും, നമ്മുടെ കൂടെയും പരാജയപ്പെടും. അതിന് നമ്മൾ സമയം കൊടുക്കരുത്. ഇന്ന് വിജയിച്ച ഓരോ ആൾക്കാരും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, അവരിൽ നിന്ന് കിട്ടുന്നത് എപ്പോഴും പോസിറ്റീവാ. പക്ഷെ പരാജയപ്പെട്ട ആളോട് ചോദിക്കുമ്പോഴോ അതില്ല, ഇതില്ല, എൻ്റെ ടീമില്ല, അവർ പറഞ്ഞാൽ കേൾക്കില്ല, ഇവരെ പറഞ്ഞാൽ കേൾക്കില്ല, PV ഇല്ല, അതില്ല, 100 പ്രശ്നങ്ങളാ. ഇതെവിടെ നമ്മൾ തിരുത്തേണ്ടത് ആദ്യം നമ്മളിലാ. നമ്മൾ കറക്റ്റ് പാതയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ലീഡേഴ്സ് ഒരു നല്ലൊരു പാതയിലൂടെ, ആർസിഎമ്മിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ആ പാതയിലൂടെ ലീഡേഴ്സ് പോകുമ്പോ അതിന്റെ പിന്നാലെ നമ്മൾ പോയാൽ മതി. രൂപാന്തര യാത്ര അവിടുന്ന് പുറപ്പെട്ടു, അതിന്റെ പിന്നാലെ നമ്മളും കൂടിക്ക് വെക്കാൻ ആ വിജയത്തിൽ നമ്മളും പങ്കാളിയായി. JRCM RCM അതിന്ന് മാറി നിൽക്കുമ്പോഴോ നമ്മളതിന്റെ ഭാഗമല്ല. അപ്പോ ഇതൊക്കെ കമ്പനി നമുക്ക് ഒരുക്കി തരുന്നുണ്ട്, നമ്മൾ അതിന്റെ ഭാഗമാണോ ആവണോ വേണ്ടോ നമ്മൾ തീരുമാനിക്കുക. ആവണം എന്നാണ് എല്ലാവരും നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞത്. കാര്യം നമ്മുടെ വീട്ടിലെ ആവശ്യമാണ്. അതിനു വേണ്ടി നമ്മൾ അരക്കെട്ട് ഉറപ്പിച്ചോണ്ട് ഇറങ്ങണം. നമ്മൾ അന്നത്തെ ഈ 2 ദിവസത്തെ കാര്യത്തിന് വേണ്ടി മാറ്റി വയ്ക്കാൻ നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടാ. ഇവിടെ കടന്നു പോകുമ്പോ എല്ലാ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായി ഇവിടെ നമുക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ അത് നമ്മളാണ് വിജയിപ്പിക്കേണ്ടത്. പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് കേരളത്തിലാണ്. ആ കേരളത്തില് നമ്പർ 1 ആയി നിൽക്കുന്നത് തൃശ്ശൂരാ. ആ തൃശ്ശൂരിന്റെ ആ ഒരു ലഹരി കാണിക്കുന്നത് നമ്മളല്ലേ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച്
ആ രൂപാന്തര യാത്രയെ അടിപൊളിയാക്കി ഭംഗിയാക്കി തൃശ്ശൂരിലെ ഒരു പദയാത്രയും അതുപോലെ സിയാൽ കൺവെൻഷൻ സെന്ററിലും ഇതൊക്കെ പങ്കെടുത്ത് നമ്മൾ അതിനെ ഭംഗിയാക്കി അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് കടത്തിവിടേണ്ട ആൾക്കാര് നമ്മൾ ഓരോരുത്തരാണ്. അതിനു വേണ്ടി എല്ലാവരും ശ്രദ്ധ കൊടുക്കണം. അതുപോലെ നമുക്കറിയാം അച്ചീവ്മെന്റ് മാസ ഈ ലഹറിന്റെ ഇടയിൽ കൂടെ നമ്മൾ അതും കൂടി മറക്കരുത്. കാരണം സെപ്റ്റംബർ മാസമാണ്, അച്ചീവ്മെന്റ് മാസമാണ്. ഇനിയെങ്കിലും ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ടീമില് വോളിയം വരാൻ വേണ്ടി ഡെപ്തിലേക്ക് ജോയിനിങ് കൊണ്ടുവന്ന് അവിടെ ഒരു ബിഗിനറിനോ സ്റ്റാർട്ടറിനോ ഓപ്പണറിനോ ഈഗിളിനോ റണ്ണറിനോ വിന്നറിനോ സ്റ്റാറിനോ കൊണ്ടുവരാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ശ്രദ്ധിക്കണം നമ്മൾ. ഇല്ലെങ്കിൽ ഈ 2 ദിവസം മതി. ഞാനൊക്കെ സ്റ്റാർ ആയത് ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഞാൻ സ്റ്റാർ ആയത്. അപ്പൊ നമുക്ക് ഇനി വരാൻ പോകുന്ന ഈ 2 ദിവസം അധികമല്ലേ? അപ്പോ ടീമിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്ത് അവരെ കൈ പിടിച്ച് വിജയിപ്പിച്ച് കയറ്റി കൊണ്ടുവരുമ്പോഴാണ് ഇപ്പൊ അവര് പറയില്ല, പിന്നീട് പറയും. അവർക്കും ഇതുപോലെ ഒരു റോയൽറ്റിയും ടെക്നിക്കലൊക്കെ ആവുമ്പോ അന്ന് എന്നെ ബലമായിട്ട് പിടിച്ച് കയറ്റി കൊണ്ടുവന്നത് കൊണ്ട് ഇന്ന് ഞാൻ RCMല് ഒരു റോയൽറ്റി ആയി, ഒരു ടെക്നിക്കലായി പറയും. ആ പറയണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യണ്ടേ? നമ്മൾ ഡെപ്തിലേക്ക് ഒന്ന് ഇറങ്ങി ചിന്തിക്കണം. എവിടെ നിന്നാണ് PV വരാനുള്ളത്? ആരെയാണ് വിജയിപ്പിക്കാനുള്ളത്? ഇന്ന് PV പല ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത് അവരുടെ ബിസിനസ്സാണ്, നമ്മൾ പല കാര്യങ്ങളും പല മേഖലയും ചെയ്യുന്നു, നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്, ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട്, ഈ സിസ്റ്റത്തിലൂടെ കയറി നിൽക്കൂ എന്ന് പറഞ്ഞ് അവരെ കയറ്റി കൊണ്ടുവന്ന് അവിടെ നമുക്ക് ബിഗിനറിനെയും സ്റ്റാർട്ടറിനെയും ഓപ്പണറിനെയും ഈഗിളിനെയും റണ്ണറിനെയും വിന്നറിനെയും സ്റ്റാറിനെയൊക്കെ കയറ്റി കൊണ്ടുവന്നാൽ അവരും മനസ്സിലാക്കും ഇതെന്റെ ബിസിനസ്സാണ്, ഇതിനിക്ക് വേണ്ടിയാണ് ലീഡേഴ്സ് പറയുന്നത് എന്നുള്ള ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് വരെ നമ്മൾ അവരെ കൂടെ ഉണ്ടായിരിക്കണം. ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ നമുക്ക് ഹെൽപ്പ് കൊടുക്കണം. പക്ഷെ അവർക്ക് ബോധ്യപ്പെടാത്തതാണ് ഇന്ന് പല ആൾക്കാരും വിട്ടുപോകുന്നത്. ഇനി പല ആൾക്കാരും ബോധ്യപ്പെട്ടിട്ടും വിട്ടുപോകുന്നുണ്ട്. എന്തുകൊണ്ടാ? പൈസ ഇല്ല, 100 കാരണങ്ങൾ പറഞ്ഞിട്ട് വിട്ടുപോകുന്നുണ്ട്. അത് നമ്മൾ കൂട്ടിയെ കൂടുവോ? എൻ്റെ കയ്യില് പൈസ ഉണ്ടായിരുന്നില്ല, പൈസ എവിടെ നിന്ന് വരുന്നുള്ള വഴി എനിക്ക് എൻ്റെ മെൻറ്റർ കാണിച്ചു തന്നു. ആ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് എൻ്റെ വിജയത്തിന്റെ വഴികൾ എനിക്ക് തെളിഞ്ഞു വന്നത്. നമ്മൾ തീവ്രമായിട്ട് RCMല് വിജയിക്കണമെന്നൊരു ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ നമ്മൾ പ്രതിസന്ധി കാണില്ല, ഒരു പരാതിപ്പെട്ടിയും കാണില്ല, ഒരു പരിഭവം കാണില്ല. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. ഞാൻ വിജയിച്ചിരിക്കും, ഇനിയുള്ള 2 വർഷം കൊണ്ട് ഞാൻ RCMല് നിലനിന്ന് എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ കൂടെ വരുന്നവർക്കും വേണ്ടി ഞാൻ നിലകൊള്ളും, ഞാൻ വിജയിച്ചിരിക്കും. ഈ ഒരു ദൃഢനിശ്ചയം നമ്മൾ ഉറങ്ങിയിരിക്കുമ്പോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് കെടുക്കുമ്പോഴും ഞാനത് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു. ചിന്തിച്ചു നോക്ക്. നമ്മൾ പല മേഖലയും പോയി. സാറൊക്കെ എന്താണ്, ഷെഫാണ്, ഗൾഫില് പല വർഷങ്ങളോളം ജോലി ചെയ്തു, കാശുണ്ട്. പക്ഷെ ആള് പറയുന്നത് ഇപ്പോഴാണ് ജീവിതത്തില് ആ സന്തോഷം കിട്ടി തുടങ്ങിയെന്ന് പറഞ്ഞത്. ആലോചിച്ച് നോക്കി. അപ്പോ ഇതൊക്കെ വരണമെങ്കിൽ നമ്മൾ RCMല് നിലനിൽക്കണം. നിലനിന്നാൽ മാത്രം പോരാ, ഓരോ പടികളും ഗിരിസാർ പറയാറുണ്ട്, ഓരോ പടികളും കയറും തോറും ഓരോ സ്വപ്നങ്ങൾ പൂവണിഞ്ഞിടും. ഇപ്പൊ നമ്മുടെ സുദർശൻ സാറ് കുറെ നാളത്തെ ഒരു ആഗ്രഹമാണ് 3.25 ലക്ഷം രൂപയുടെ ഹോണ്ട ബൈക്ക് മേടിച്ചു. എന്ന് ആലോചിച്ച് നോക്കി. ഓരോരുത്തരുടെ സ്വപ്നങ്ങളാണ്. ഇതൊക്കെ RCMല് വരുമ്പോഴും നടക്കണേ. അപ്പൊ ഇന്ന് വന്ന ആളോടേക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ എഴുതി വെക്കൂ, നടക്കും. എന്നിട്ട് ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കൂ. അതിനു വേണ്ടി ലീഡേഴ്സും സിസ്റ്റം കമ്പനിയും പ്രൊഡക്റ്റും ഒക്കെ റെഡിയാ, ഇതൊക്കെ പ്ലാറ്റ്ഫോം കറക്റ്റാ. പക്ഷെ കളിക്കാൻ നമ്മൾ തയ്യാറല്ല. കളിച്ച ആളുകളൊക്കെ വിജയിക്കുന്നുണ്ട്.
കളിച്ച ആളുകളൊക്കെ വിജയിക്കുന്നുണ്ട്. ആ കളിക്കുന്ന ആളുകൾക്കാണ് ഗോൾ അടിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ കളിച്ചുകൊണ്ട് ഇന്ന് ഒരു ടെക്നിക്കലാവാൻ പറ്റി. അപ്പോൾ ഇത് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള പ്രയത്നം നമ്മൾ ഓരോരുത്തരും ചെയ്യണം. ആ പ്രതിസന്ധി അല്ല കാണണം. പ്രതിസന്ധി കണ്ടാൽ ഇന്നൊരാളും വിജയിച്ചിട്ടില്ല. അപ്പോ നമ്മൾക്ക് ലക്ഷ്യം വെക്കേണ്ടത് ഞാൻ ഇന്ന അച്ചീവ്മെന്റ് ഇത്ര മാസത്തിനുള്ളിൽ ഇന്ന അച്ചീവ്മെന്റ് ആകും. അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ എഴുതി വെക്കണം. ുണ്ടെങ്കിൽ വിസയില് നമ്മൾ എത്ര കോടി കൊണ്ടുവരണ്ടേ? അതിനു വേണ്ടി നമുക്ക് ഒരു സ്റ്റാർ ഒക്കെ വേണമെങ്കിൽ അടിച്ചു കയറാം. ഇനി വേണമെങ്കിൽ റോയൽറ്റി വേണമെങ്കിൽ ഗോൾഡ് ഒക്കെ അടിച്ചു കയറാം. അത് കഴിഞ്ഞാലോ? അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അത് കൊണ്ടുവരണം. അതിനാണ് നമുക്ക് ഒരു എ സൈഡും ബി സൈഡ് ഉണ്ട്. ഇന്ന് എല്ലാവർക്കും എ സൈഡ് ഉണ്ട്, എല്ലാവർക്കും എ സൈഡ് ഉണ്ട്. ബി സൈഡ് എവിടെയാ? അതില്ല. സജർവല്ലേ? അതില്ല. ആ ബി സൈഡ് അവനാ കൊണ്ടുവരണം. അതിന് വേണ്ട ഹെൽപ്പ് ലീഡേഴ്സ് തരും. ആ ഹെൽപ്പ് കിട്ടി അവിടുന്ന് അങ്ങോട്ട് ബി സൈഡിന് ഫോളോഅപ്പ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതിനാണ് നമ്മൾ എ സൈഡില് 3 ക്ലാസ് കൊടുക്കുമ്പോ ഒരു ക്ലാസ് നമ്മൾ ബി സൈഡിൽ കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഈ ചക്രം തിരിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ബി സൈഡ് വരും. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. അതിനാണ് പറഞ്ഞത് നമ്മൾ ഈ ഒരു മെൻഡറെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് ആരെ നിശ്ചയിക്കണം? ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിങ്, അപ്ലൈൻ മെൻഡർ. വിജയിച്ച ആളായിരിക്കണം. അത് ടെക്നിക്കൽ അച്ചീവർ ആയിരിക്കണം. ആ വിജയിച്ച ആളെ നിർദ്ദേശം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കില്ല. പിന്നെ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മുന്നോട്ട് പോകുന്നത്. പുതിയ പുതിയ ആളുകളെ കാണുന്നു, ലീസ്റ്റ് ഇടുന്നു, പുതിയ പുതിയ ആളുകളെ കാണുന്നു, പ്രൊഡക്റ്റ് കൊടുക്കുന്നു. അവിടുന്ന് അവരെ പ്രൊഡക്റ്റ് ഉപയോഗിപ്പിച്ച് അടുത്ത സെക്ഷൻ എന്താണ്? അവരടുത്തുള്ള പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുന്നു. പിന്നീട് അവരോട് ചോദിച്ച് എന്താണ് ഇനി നിങ്ങളുടെ ഇത്ര വിഷയം കാണിച്ചു തന്നു, നിങ്ങൾക്ക് വിഷയം കിട്ടി, ഇനി എന്താണ് നിങ്ങളുടെ തീരുമാനം? ജോയിൻ ചെയ്താൽ ഇങ്ങനെയുണ്ട് ഗുണം, ഷോ ദ പ്ലാൻ എഴുതി കാണിച്ചു കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യണം. ചെയ്ത് കാണിച്ച് അവർക്ക് ഇതിന്റെ വിശ്വാസ്യത, ഇതെന്റെ ബിസിനസ് അന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് ഇതിന്റെ പണി. അത് ചെയ്തു കഴിഞ്ഞാൽ RCMൽ പരാജയം എന്നൊരു വാക്കുണ്ടാവില്ല. പരാജയം എന്ന വാക്കുണ്ടാവില്ല. അവിടെയാണ് ഇത് കുറെ ക്ലാസ്സുകൾ കേട്ട് വരുമ്പോ ഇതൊക്കെ എനിക്കറിയാം, ഞാൻ ഇത് ചെയ്തോളാം എന്നൊരു മനോഭാവം പലവർക്കും വരുമ്പോഴാണ് ഇതില് ആ കടൽ തീരത്ത് പോയി നിൽക്കുമ്പോ ഒരു തിരങ്ങൾ വന്നു പോയി കഴിഞ്ഞാൽ കാലിനടിയിൽ മണ്ണൊലിച്ചു പോകും. ഇതേപോലെ മണ്ണൊലിക്കും, നമ്മളവിടെ വീഴും. ആ വീഴ്ക്കിലാണ് RCMല് അവരവരെ ബുദ്ധി എടുക്കാതെ കണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇന്ന് ഡയമണ്ട് ബക്സാറ് പറയുന്നു, ഞാനും ആളുകളെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ആളുകൾ ഇപ്പോഴും ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നു. ഡോക്ടർ രാജൻ സാറ് പറയുന്നു, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വന്ന ഓരോ ആളുകളും പറയുന്നു, ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ എവിടെയാ പ്രശ്നം? ഇതുവരെ സാറേ. അപ്പോ ഇതൊക്കെ ഈ അവസരങ്ങള് നമുക്ക് ലാസ്റ്റ് വണ്ടിയാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. ഇനി പഠിക്കേണ്ടതായ കാര്യം എന്ന് പറയുമ്പോൾ ഒരു M.Tech B.Tech ചേർക്കണമെങ്കിൽ എത്ര ലക്ഷം ചേർക്കണം, പൈസ ചെലവാക്കണം? ഇതുവരെ സാറേ, മകൾ സാറേ, ഒരു M.Tech B.Tech ഡിഗ്രി കഴിഞ്ഞ പഠിക്കണമെങ്കിൽ എത്ര കാശ് ചെലവാക്കണം? 10-15 ലക്ഷം ചെലവാക്കിയാൽ തീരില്ല സാറേ. 15 ലക്ഷം ചെലവാക്കണം. RCMല് നമുക്കല്ല പൈസ ചെലവുണ്ടാ? നല്ലൊരു പ്ലാൻ ഉണ്ട്, മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ട്, പ്രൊഫൈൽ ഉണ്ട്, 6 ബേസിക് ഉണ്ട്, 8 കോർ സ്റ്റെപ്പ് ഉണ്ട്, 7 കാലർ റൂൾസ് ഉണ്ട്. പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കുക, ലീഡേഴ്സ് പറയുന്ന കാര്യം ചെയ്യുക. ഇത് പഠിക്കാൻ വല്ല ലക്ഷങ്ങൾ ചെലവാക്കണ? അപ്പോ എൻ്റെ ജീവിതത്തിൽ ആ ഒരു പേസ്റ്റാണ്, പക്ഷെ എൻ്റെ ജീവിതം മാറ്റി മറിച്ചത് ലീഡേഴ്സാണ്. എൻ്റെ ജീവിതത്തിൽ വിജയിച്ചത് ആ പേസ്റ്റാണ്, ജീവിതം മാറ്റി മറിച്ചത് ലീഡേഴ്സാണ്. അപ്പോ ലീഡേഴ്സ് എന്താണോ പറയുന്നത് നമ്മൾ സമർപ്പിക്കുക ലീഡേഴ്സിന് മുമ്പിൽ. ഈ സമർപ്പണം ഇല്ല ആളുകൾക്ക്. ഈ സമർപ്പണം ഇല്ലാത്തതാണ് ഇന്ന് പല ആൾക്കാരും അവരവരെ ബുദ്ധിയിൽ കളിക്കുന്നത്. അതുകൊണ്ട് വിജയിക്കാൻ സാധിക്കില്ല. അപ്പോ ലീഡേഴ്സ് പറയുന്ന വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സാധാരണക്കാർക്കും അസാധാരണക്കാർക്കും വിജയിക്കാൻ സാധിക്കും. അതിന് ഈ ഒരു മാസം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡെപ്തില് പരമാവധി ജോയിനിങ്ങൾ കയറ്റി കൊണ്ടുവന്ന് ആ മുകളിൽ 16ാമത്തെ ആളെ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, ഇത്ര 15,000 ഓളിയം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്,
നിങ്ങളുടെ സെൽഫ് ഐഡിയിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ 3 മാസത്തേക്കുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾ മേടിച്ച് നിങ്ങളുടെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ആർസിഎമ്മിന്റെ ആദ്യ പടിയായ ബിഗിനറിലേക്ക് എത്താൻ പറ്റും. ആലോചിക്കാൻ 3 മാസമുള്ള സാധനം വീട്ടിൽ സ്റ്റോക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ എല്ലാവർക്കും പറ്റിയത് വരില്ല. പറയാന്നുള്ളത് നമ്മുടെ കാര്യം, ചെയ്യേണ്ടത് അവരാ. ഇന്ന് പല ആൾക്കാരും പറയും എനിക്ക് ഓളിയും ഒന്നും ലീഡർ പറഞ്ഞൊന്നുമില്ല, തുടക്കക്കാർ അറിയില്ല. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുത്ത് അങ്ങനെ ഒരു ബിഗിനറെ കയറ്റി വരുമ്പോ അവിടെ 20,000 വോളിയം വരും. അതിന്റെ മുകളിലുള്ള ആളോട് നമുക്ക് എന്ത് പറയാം, നിങ്ങൾക്ക് 30,000 വോളിയം ഈ മാസം വരും, ഇതിന്ന് നമ്മൾ അടുത്ത ആളോട് സ്റ്റാർട്ടറിലേക്ക് പറയാം. അപ്പോൾ സെൽഫ് ഐഡിയിൽ അവിടെ എന്ത് വേണം, 10,000 വോളിയം നമുക്കവിടെ വേണ്ടി വരും. അത് ചെയ്യാൻ ഹെൽപ്പുള്ള ആളുകളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ചെയ്ത് അവരെ സ്റ്റാർട്ടറിലേക്ക് കയറ്റി കൊണ്ടുവരണം. പിന്നെ അത് പിന്നത്തെ മുകളിലുള്ള ആള് പറയാം, നമുക്ക് ഓപ്പണറിൽ എന്തുണ്ട് 50,000 വോളിയം ഇവിടെ വരുന്നുണ്ട്, വേണമെങ്കിൽ ഓപ്പണർ ആവാം. 20,000 വോളിയം സെൽഫ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് എന്താണ് കമ്പനി തരുന്നു ബോണസ്. അവിടെ നിന്ന് ഓപ്പണർ മുതൽ ആരൊക്കെയാണോ ഈ ബിസിനസ് ചെയ്യുന്നത്, ആരാണോ നിലനിർത്തി കൊണ്ടുപോകണത്, എല്ലാ മാസം ബോണസ്, എല്ലാ വർഷം ബോണസ്. ആലോചിക്ക്, ഇതൊക്കെ ഉണ്ട്. ഇനി ഈഗിളായാലോ 85,000 വോളിയം ടീം കൊണ്ടുവരുന്നു. നമ്മൾ ചെയ്യുന്ന എത്രയാ, നമ്മൾ ചെയ്യുന്നത് 30,000 വോളിയാ അല്ലെ, ഈഗിളാവാൻ പറ്റുന്നു. ഈ ഓപ്പണർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആളുകളും ചെയ്യേണ്ട ഒരു കാര്യം, എത്രയും പെട്ടെന്ന് ഒരു ബോർഡും ആർസിഎമ്മിന്റെ ഒരു കോട്ട് അല്ലെങ്കിൽ ഒരു ടൈ ഇതൊക്കെ മേടിച്ചിരിക്കണം. കാരണം ഇത് സജീവ് സാറ് പറഞ്ഞൊരു കാര്യം നമ്മളെ മെന്റാലിറ്റിനെ ഉണർത്താൻ വേണ്ടിയിട്ടാ. സ്റ്റാർ ആവുമ്പോഴാണ് അന്നൊക്കെ പറയാറ്. പക്ഷെ ഇവിടെ കൊമ്പുടി ടീമിൽ പറയുന്നത് എന്താണ്, നിങ്ങൾ ഓപ്പണർ ആയി കഴിഞ്ഞാൽ ഒരു ബോർഡും ഒരു കോട്ടോ ഒരു ടൈയോ മേടിക്കണം. ആ സ്റ്റാറിന്റെ മെന്റാലിറ്റി കൊണ്ടുവരാനാ. നിങ്ങൾ ആലോചിക്കാൻ ഇങ്ങനൊക്കെ ചെയ്തപ്പോ ആ സ്റ്റാറും കടന്ന് റോയൽറ്റിയും കടന്ന് ടെക്നിക്കലായി. അപ്പോ ഓപ്പണർ മുതൽ നമുക്ക് ബോണസ് കിട്ടുന്നു. ഇത് ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇന്ന് ഗവൺമെന്റ് പോലും ബോണസ് കൊടുക്കില്ല. അപ്പോഴാണ് ആർസിഎമ്മിൽ ഉപ്പും മുളകും ഉപയോഗിച്ച് ബോണസ് കിട്ടുന്നു. ആ ബോണസിന്റെ അത് ഒരു വർഷത്തേക്ക് മാറ്റി വെക്കുന്നു. ആ ഓപ്പണർ 12 മാസം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ ഇനി അടുത്ത മാർച്ചില് ആ 12 മാസത്തെ ബോണസ് ഒരുമിച്ച് നമുക്ക് കമ്പനി ഇട്ട് തരുന്നു. ആലോചിക്കാൻ. അപ്പൊ അങ്ങനെ ഈഗിളിലും നമുക്ക് ബോണസ് കിട്ടുന്നു. അവിടെ 85,000 വോളിയം ടീമാണ് ചെയ്യുന്നത്. 85,000 വോളിയം നമ്മൾ സെൽഫ് ഐഡിയിൽ ഇത് കൊണ്ടുവന്ന് 30,000 വോളിയം കൊണ്ടുവന്നാൽ ഈഗിളാവാൻ പറ്റുന്നു. ഇനി നമ്മള് ഓപ്പണറായി കഴിഞ്ഞാൽ നമുക്കൊരു ബി സൈഡ് ഉണ്ട്. ആ ബി സൈഡിനെ കുറിച്ച് പരാതികളാണ്. ബി സൈഡ് നല്ലതാ, പക്ഷെ അത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മിനിമം ഒരു 10 പേരുടെയെങ്കിലും ആർസിഎം പറഞ്ഞ് 10 പേര് വരണമെങ്കിൽ ഒരു 25-30 പേരും കാണണം. ഇത് കമ്പനിക്കൊരു മാനദണ്ഡമില്ല. ഇതെല്ലാം ശ്രദ്ധിക്കുക, കമ്പനിക്കൊരു മാനദണ്ഡമില്ല. അപ്പോ മാനദണ്ഡം വെച്ചത് ഇവിടെയാണ്, നമ്മുടെ രാജസ്ഥാൻ ടീമിലാണ്. എന്തിനാ വെച്ചിട്ടുള്ളത്, നമ്മുടെ സ്കില്ല് കൂട്ടാനും 10 പേരോട് സംസാരിക്കാനും ഈ വരുന്ന ആളുകളെ വിജയിപ്പിക്കാൻ അവരെ കൂടെ നിൽക്കാനും അംഗതനെ പോലെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ സിസ്റ്റം വെച്ചിട്ടുള്ളത്. നല്ലൊരു കാര്യാ. തുടക്കത്തിൽ എനിക്ക് തോന്നി ഇതിനൊന്നും ആവശ്യമില്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നി പിന്നെ വരുന്ന ആളുകളെ നയിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് സ്കില്ല് വേണ്ടേ, നമുക്ക് സംസാരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചത്. പക്ഷെ പല ആൾക്കാരും അത് മറികടന്ന് പോകുന്നുണ്ട്. പക്ഷെ അത് പോയോണ്ട് കാര്യമില്ല. പക്ഷെ അവിടെ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം ചെയ്തില്ലെങ്കിൽ വരുന്ന ആളുകൾ ഇതന്നെ ചെയ്യാം. വരുന്ന ആളുകളും ഇതന്നെ പ്രവർത്തിക്കും. ലാസ്റ്റ് എന്തുണ്ടാവും, ടീമില് ആളുകളെ എണ്ണം കൂടുതലാ, PV ഇല്ല, ഗ്രോത്തും ഇല്ല. ആലോചിച്ച് നോക്കിയാൽ. അപ്പൊ ഇതൊക്കെ നമ്മൾ കൊണ്ടുവരണം. അപ്പൊ ഒരു മിനിമം ഒരു 10 പേരെ നമ്മൾ ജോലിയും കൊണ്ടുവന്ന് അതിൽ നമ്മൾ 5,000 PV ചെയ്യുന്ന ഒരു 4-5 പേരെ ഒരു ഹോം ഷോപ്പ് കൊണ്ടുവന്ന് നമ്മളും എല്ലാ മാസം ഹോം ഷോപ്പ് കൊണ്ടുവന്ന് ഇങ്ങനെ മീറ്റിങ്ങിനൊക്കെ നമ്മൾ ആളുകളെ കൊണ്ടുപോയി പഠിക്കാനുള്ള ആളെ മെന്റാലിറ്റി ഒക്കെ ആയി വന്നു കഴിഞ്ഞാൽ ലീഡേഴ്സ് പറയും എന്നാ ആൾക്ക് ബി സൈഡ് കൊടുക്കട്ടാ. ഇന്ന് പല ആൾക്കാരും വീട്ടിൽ നിന്ന് ഭാഗം മേടിക്കുന്ന പോലെ ബി സൈഡ്. ഭാഗം കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പ്രവർത്തനവും ഇല്ല. ഭാഗം കിട്ടി കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തനവും ഇല്ല. അത് വളച്ച് കെട്ടി പിന്നെ കാണാം ഒരു 5 മാസം കഴിയുമ്പോൾ കാടും പുല്ലും പിടിച്ച് കിടക്കുന്നത്. അപ്പൊ ഇതായിരിക്കും, അങ്ങനെയല്ല വേണ്ടത്. ഭാഗം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അവിടെ പല തരത്തിലുള്ള കൃഷികളൊക്കെ ചെയ്ത് അതിനെ പരിപാലിച്ച് കൊണ്ടുപോകുന്ന പോലെ ഈ ബി സൈഡ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പ്രവർത്തനം ഇരട്ടിയാക്കണം.
ഒരു വീടിന്റെ പൂർണ്ണത വരുന്നത് എങ്ങനെയാ? ഒരു തറ പണിഞ്ഞ് അത് ചുമര് കെട്ടി വാർപ്പ് കഴിഞ്ഞ് അതില് എല്ലാ കാര്യങ്ങളും ചെയ്ത് താമസമാക്കുന്ന പൂർണ്ണത വരിക എന്ന് പറഞ്ഞ പോലെ ഇതിനെ നമ്മള് കെട്ടി പൊന്തിക്കാൻ വേണ്ടിയാണ് ബി സൈഡ്. അത് നമുക്ക് ബി സൈഡ് എന്ന് പറഞ്ഞ ഒരു ഉപാധിയാണ്. നമുക്ക് വരുമാനം കിട്ടുന്നത് എ സൈഡിൽ നിന്നാ. അപ്പോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോ ഇതൊക്കെ ചെയ്തു വരുമ്പോഴാണ് ഇനി ആളുകളെ പലരും കൊണ്ടുവരുന്നുണ്ട്. ഈ ആളുകളെ നമുക്ക് അടുത്ത ആയിരിക്കും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോ തിരുവനന്തപുരത്തിന് ട്രെയിൻ ഇഞ്ചൻ ഡൽഹിക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തിനാ അതിന്റെ ബാക്കിൽ കുറെ ബോഗി കയറ്റിരിക്കണേ? ആ ട്രെയിൻ എന്തായാലും അവിടേക്ക് പോകാം, ഇഞ്ചൻ പോണതാ അല്ലേ സാറേ? ഇഞ്ചൻ എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പോകുന്നുണ്ട്. അപ്പോ അതിന്റെ ബാക്കില് കുറച്ച് ബോഗി കൂടി വെച്ചപ്പോ അതിൽ ആൾക്കാർക്ക് പോവാനും ഇനി ഗുഡ്സ് വണ്ടി ആയിട്ടും പോകാനായിട്ട് ഉപകാരപ്പെട്ടു എന്നാ പറഞ്ഞ പോലെ ഇതിനെ കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റാത്തതാണ്. ഇന്ന് പല ആൾക്കാർക്കും RCMൽ ആൾക്കാർ വന്നിട്ടുണ്ട്, ഈ വന്ന ആളുകളെ ഈ കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോ ഇന്നിപ്പോ സ്റ്റാർ അച്ചീവറായ രാജേഷ് സാറ് വിജയിക്കണം എന്ന് പറഞ്ഞു, എനിക്ക് എന്റെ ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അന്നാ സാറ് എന്ത് ചെയ്യൂ? ഗൂഗിൾ മീറ്റ് ഉണ്ട്, അതിൽ കയറൂ. പൊൻപുലരി ഉണ്ട്, അതിൽ കയറൂ. 11 മണിക്ക് സൂം പ്രോഗ്രാം ഉണ്ട്, 7:15 സൂം പ്രോഗ്രാം ഉണ്ട്, 8:30 ക്ലാസ്സുകൾ ഉണ്ട്. ഇതിനൊക്കെ കയറൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗിരി സാറിന്റെ ഒരു ക്ലാസ് പുത്തൂര് ഉണ്ടായപ്പോ അന്ന് ഞാൻ സാറിനോട് പറഞ്ഞു, ഞാൻ വേറെ പ്രോഗ്രാമിലാണ്, സാർ എന്തായാലും ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യൂ, സാറിന് അത് ഗുണം ചെയ്യും, സാറിന് ആ ഒരു ക്ലാസ് ഗുണം ചെയ്യുന്നു പറഞ്ഞു. സാറ് പോയി അറ്റൻഡ് ചെയ്തു. ആ ഒരു ക്ലാസ് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഗിരി സാറ് അത് ഉച്ചയും കഴിഞ്ഞ് 3 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു പറഞ്ഞു. ആലോചിക്ക്, ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ ആണ് തീരുമാനം എടുത്തു. മുന്നേ ജോയിൻ ചെയ്ത കാരണം ഓളി ഉണ്ടായിരുന്നു. സാർ അത് ആളുടെ വിജയത്തിന് വേണ്ടി ആളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം അത് അടിച്ചു. ഇന്ന് ഗാമ റൈസൽ 190 അടിച്ച് ഫാമിലി ആയിട്ട് ആള് ഇന്ന് ദൂരേക്ക് പോയി തീരുമാനം എടുത്തു. സാറ് പറഞ്ഞൊരു കാര്യം, ഇതുവരയ്ക്കും കല്യാണം കഴിഞ്ഞതിന് ശേഷം തൃശ്ശൂരല്ലാതെ കണ്ട് വേറെ സ്ഥലത്തേക്ക് പോയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോ RCMൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ തീരുമാനം എടുക്കണം. അപ്പൊ ഈഗിള് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് റണ്ണർ. ഇത്ര നല്ല അവസരം നോക്കിയാൽ 1,20,000 അവിടെ 40,000 കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ 1:30 അവിടെ 40,000 തലപ്പ് കൊണ്ടുവന്ന് അത് BCയുടെ കൂടി BCയിൽ കൊണ്ടുവരണം, ടീമിനെ കൊണ്ടുവരണം. അതാ പറഞ്ഞ ഈ നമ്മൾ ഇതിന്റെ ശ്രദ്ധ ഇവിടുത്തെ എവിടെയാണ്? ഈ ഓപ്പണർ മുതല് ബി സൈഡ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സ്പീഡ് കൂട്ടണം. നമ്മൾ അടിച്ചു കയറല്ല വേണ്ടത്. നിങ്ങൾക്ക് വരാം, വിജയിക്കാൻ വേണ്ടി കയറി വരാം, അത് നല്ലതാ. പക്ഷെ പിന്നുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കൂട്ടണം. അവിടെയാണ് RCMന്റെ പ്രൊട്ടക്ഷൻ. അവിടെ നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് ഞാൻ സ്റ്റാർ പേളായപ്പോ 5,000 വ്യൂ ചെയ്തിട്ടുള്ളൂ, 10 ലക്ഷം ഓളിയും വന്നു. ആലോചിച്ച് നോക്കിയാൽ. അപ്പൊ ഇതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഇപ്പോഴേ നമ്മൾ ബിൽഡ് ചെയ്യണം. ഇത് ബിൽഡ് ചെയ്ത് കയറ്റി കൊണ്ടുവരണം. അവിടെയാണ് ഇതിന്റെ വിജയലക്ഷ്യം കാണുന്നത്. അപ്പോ അടിച്ചു കയറി നല്ല കാര്യമാണ്. നമുക്കൊരു വിജയം കാണണമെങ്കിൽ ഒരു എഫർട്ട് എടുക്കണം, അത് നല്ലതാ. പക്ഷെ എഫർട്ട് എടുത്തതിന് കഴിഞ്ഞ ശേഷം ഈ കൊടുങ്ങല്ലൂർ ഭരണി കഴിഞ്ഞാൽ ആൾക്കാര് അരമണിയും വാളൊക്കെ ഊരി വയ്ക്കും. ആ ഊരി വെച്ച പിന്നെ വെളിച്ചവള കാര്യം അംഗീകരിക്കുവോ? നിരന്തരമായി നമ്മൾ RCMല് തുള്ളിക്കൊണ്ടേയിരിക്കണം എന്നാ പറഞ്ഞപ്പോ നിരന്തരമായുള്ള പ്രവർത്തനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള നാളുകളിൽ നമുക്ക് എ സൈഡിലും ബി സൈഡിലും ബിസിനസ് വോളിയം കൊണ്ടുവന്ന് അത് ഓരോരുത്തരും അടിച്ചേൽപ്പിക്കുന്നതല്ല. അവരവരുടെ ഇഷ്ടത്തിന്, ഒരു ലീഡേഴ്സും പറഞ്ഞിട്ടില്ല, അടിച്ചു കയറാൻ പറഞ്ഞിട്ടില്ല. അവരവരുടെ ഇഷ്ടത്തിന് അവരവർക്ക് വേണമെങ്കിൽ വിജയിച്ചു കയറാം. അതിനുള്ള ഓപ്ഷനുകളൊക്കെ കൂടി ഉണ്ട്. അതിന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ചെയ്ത് അത് കയറി വരണം. അപ്പൊ ഈഗിളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, ഓട്ടക്കാരായി. ഈ ഓട്ടക്കാരെന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഒരു 40,000 വോളിയം സെൽഫ് കൊണ്ടുവരണം. അപ്പോ ഇതൊക്കെ ചെയ്യണം. ഇതില് ഓപ്പണർ, ഈഗിൾ, റണ്ണർ, ഈ 3 ഘട്ടം പ്രതിസന്ധി ഘട്ടങ്ങളാ. അവിടെ പല ആൾക്കാരും അടിപതറും. കാരണം ആളുകൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ആൾക്കാർ കാണാൻ പോയിട്ട് ആൾക്കാരെ കിട്ടുന്നില്ല, പ്രൊഡക്റ്റ് മേടിക്കുന്നില്ല, അച്ചീവ്മെന്റ് കയറുന്നില്ല, ബിസിനസ് ഗ്രോ വരുന്നില്ല. ഇതൊക്കെ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് മറികടന്ന് വരലാണ്. അതിലാണ് നിരന്തരമായി പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ കയറി വരണം. അങ്ങനെ കയറി വരുമ്പോ എന്ത് സംഭവിക്കും? നമുക്ക് ആ ഒരു വിന്നറിലേക്ക് കടക്കുമ്പോ നമുക്ക് അതിന്റെ വിജയപഥ കാണാൻ പറ്റും. വിജയിച്ച ആളുകൾ പിന്നെ നമുക്കത് തിരിഞ്ഞോക്കേണ്ട വരില്ല. അപ്പൊ അറിവായി വിന്നറാവും, അതിന് സ്റ്റാർ ആയിരിക്കും. പിന്നെയാണ് റോയൽറ്റി. കാലങ്ങളായിട്ട് നമ്മൾ പണിയെടുക്കുന്നുണ്ട്. നമ്മൾ എവിടെ എത്തി? നമുക്ക് ശേഷം ഈ ഒരു ബിസിനസ്
മറ്റു നമ്മുടെ നോമിനിക്കോ നമ്മുടെ മക്കൾക്കോ കൈമാറണമെങ്കിൽ നമ്മൾ ആർസിമിൽ എന്തെങ്കിലും ചെയ്യണം. അതാണ് കമ്പനി പറയുന്ന റോയൽറ്റി. ഗിരിസാർ പറയാനുണ്ട്, ജിന്ദരാഗ തോപ്പി പൈസ മരണേക്ക ബാത്മി പൈസ, ജീവിച്ചാലും മരിച്ചാലും കിട്ടുന്ന ലെവല്. അപ്പോ ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇതിന്റെ ആ ഒരു ലക്ഷ്യത്തിലും ആ വിജയിക്കുന്ന വഴിയിലൂടെയും നമ്മൾ സഞ്ചരിക്കണം. അപ്പോ പറഞ്ഞു വരുന്നത്, അവസരമുണ്ട്. രൂപാന്തര യാത്രയോട് കൂടി എല്ലാ ഒരുക്കങ്ങളും കമ്പനി ഭയങ്കര പ്ലാനിങ്ങിലാണ്. കമ്പനി ഭയങ്കര പ്ലാനിങ്ങിലാണ്. ആ പ്ലാനിങ്ങിന്റെ കൂടെ നമ്മളും തയ്യാറായി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു അവസരം ഇനി വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ആ പ്ലാനിങ്ങിന്റെ കൂടെ നമ്മൾ നിൽക്കണം, ആ ലഹറിന്റെ കൂടെ നമ്മൾ നിൽക്കണം. നമ്മളാണ് ലഹർ കൊടുക്കുന്ന ആളുകൾ. അതിന് പര്യാപ്തമായ ഈ 1-ാം തീയതി രൂപാന്തര യാത്ര വരുന്നു. അതിനെല്ലാവരും തൃശ്ശൂർ പങ്കെടുക്കുക. അതിനുശേഷം ഒക്ടോബർ 2-ാം തീയതി നമ്മൾ സിയാൽ കൺവെൻഷൻ സെന്ററിൽ അതിഗംഭീരമായൊരു പ്രോഗ്രാം അവിടെ ഹോളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് പങ്കെടുക്കണം. ഇതിനൊക്കെ നമ്മൾ പങ്കെടുക്കണം. അത് വിജയിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരാണ്. എല്ലാവർക്കും വിജയാശംസകൾ. ഈ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അത് പറഞ്ഞ് രൂപാന്തര രാശിക്ക് മുന്നും ശേഷം ഇതിൽ നമ്മൾ ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാവരും തീരുമാനങ്ങൾ എടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ, ബ്ലഡ് ഡൊണേഷന്റെ കാര്യങ്ങളും അതുപോലെ അവിടെ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരിക്കും. ഇതിനൊക്കെ പങ്കെടുക്കുക, ആളുകളെ പങ്കെടുപ്പിക്കുക. ആ ഒരു വിഷൻ കാണിച്ചു കൊടുത്താൽ അവർ തീരുമാനം എടുക്കും. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ. ഇങ്ങനെ ഒരു വിഷൻ എനിക്ക് കിട്ടിയത് കൊണ്ട്, ഇന്ന് സ്റ്റാർ പേളാവാൻ പറ്റി, ആ ലീഡേഴ്സിന്റെ കൂടെ നിന്നത് കൊണ്ടാണ്. ലീഡേഴ്സിന്റെ കൂടെ നമ്മൾ ഒരുമിച്ച് നിൽക്കുക. അതായത് ഒരു തേനീച്ച കൂട്ടില് ഒരു റാണി എവിടെയാണ് ഇരിക്കുന്നത്, മറ്റുള്ള തേനീച്ച കൂട്ടിലേക്ക് ആ തേനീച്ച വന്ന് ചേരും എന്ന് പറഞ്ഞ പോലെ ലീഡേഴ്സ് എവിടെയാണോ അവിടെ നമ്മൾ ടീം ഉണ്ടായി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്കൊരു ടീമിനെ ബിൽഡ് ചെയ്ത് നമ്മൾക്ക് എല്ലാവരും വിജയിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും പ്ലാനിങ് ചെയ്യുക. ഈ ഒരു മാസം പരമാവധി എല്ലാവരും അച്ചീവ്മെന്റ് പ്ലാൻ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ. മകേഷ് സാറിന് പറയാണ്, അടിപൊളി തുടക്ക സമ്മേളനം മിണ്ടാത്ത ഒരാളാണ് മകേഷ് സാറ്. ഇന്ന് മകേഷ് സാറിന്റെ രീതികളൊക്കെ ആർസിമിൽ മാറ്റി തന്നു. അത് മിണ്ടാത്ത ആളുകൾ പോലും ആർസിമിൽ മിണ്ടും. അപ്പോ നിന്നത് കൊണ്ടാണ്. അപ്പൊ ഇനിയും നമുക്ക് ഒരുപാട് ആളുകൾ കൊണ്ടുവരാനുണ്ട്, വിജയിപ്പിക്കാനുണ്ട്. നമ്മൾ തീരുമാനം എടുക്കുക. RCM ചെറിയ ബിസിനസ് അല്ല. നമുക്ക് എല്ലാവരെയും, TCG ലക്ഷ്യം എന്താണ്? എല്ലാവരെയും ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാവരും RCM ഉപയോഗിച്ച് എല്ലാം ഒരു ജനത, ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആക്കാൻ വേണ്ടിയാണ്. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് കൈക്കോർക്കാം, ഒരുമിച്ച് വിജയിക്കാം. RCM. താങ്ക് യു മകേഷ് സാർ.